ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗും ആയിട്ടാണ് കേട്ടോ. നാളെ നമുക്കൊരു ഗസ്റ്റ് വീട്ടിലേക്ക് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കും. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പകൽ മുഴുക്ക മഴയായിരുന്നു, പുറത്തേക്കൊന്ന് എത്തിച്ച് നോക്കാൻ പോലും പറ്റിയിട്ടില്ല, അത്രയും ഒരു മഴയായിരുന്നു. ഈവനിങ് ടൈം ആയപ്പോഴാണ് നമ്മളൊന്ന് മേലേക്ക് കയറി വന്നത്. ചെടികൾക്കൊക്കെ നല്ല കോളായിരുന്നു കേട്ടോ, അവരൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ മേലേക്ക് കയറിയത് വേറെ ഒന്നിനല്ല കേട്ടോ, കുറച്ച് തുണികളൊക്കെ അലക്കാനും അതിൻ്റെ വിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പകലൊക്കെ മഴയായതുകൊണ്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മെഷീനിൽ തുണി എടുത്തിട്ട് അലക്കാനായിട്ട് ഇട്ടു. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ തുണിയൊക്കെ അവിടെ ഇരുന്നിട്ട് ആകെ മുഷിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ തുണി അന്നാന്ന് മെഷീനല്ലേ, അപ്പോൾ അതിലങ്ങ് അലക്കി അതങ്ങ് തീർക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആവും. പിന്നെ കൈകൊണ്ട് അലക്കുന്നവരെ കാര്യം പറയേ വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്നന്ന് അങ്ങോട്ട് ഒഴിവാക്കി ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ തനുക്കുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. പിക്കുവാണ് നമ്മുടെ ക്യാമറമാൻ. അതുകൊണ്ട് തന്നെ അവൻ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനൊപ്പം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ എന്നെ എല്ലാ ജോലികളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ തനുക്കുട്ടി കണ്ടു ഇപ്പോൾ എനിക്ക് തുണി എടുത്ത് തരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ ശരത്തേട്ടൻ ഇന്ന് ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മിക്കപ്പോഴും ശരത്തേട്ടനാണ് തുണി മേലെ കൊണ്ടിടുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊരു നമുക്കൊരു സഹായമാണ് അല്ലേ. അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ജോലി ഭാരമൊന്നും തോന്നില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുകയും ചെയ്യും. അപ്പോൾ വീട്ടിലെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മക്കൾ നാളെ ആണെങ്കിലും വലുതായി അവർക്ക് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാലും അവർക്ക് ഒരിക്കലും ഈ കാര്യങ്ങളിലൊന്നും മടി തോന്നില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ചെറുപ്പത്തിലെ അത് അവർ ശീലിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വേണ്ട എന്നൊന്നും പറയാത്തത്. അവർക്കൊരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് തല്ലിക്കെടുത്താനായിട്ട് പാടില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ പൂവൊക്കെ കണ്ടോ, മഴ പെയ്തപ്പോഴത്തേക്കും കുറേയൊക്കെ കേട് വരുന്നുണ്ട്. പക്ഷേ ചെമ്പരത്തിയൊക്കെ നല്ലതായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പൊട്ടിച്ചിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും നമുക്കത് പൂജാ റൂമിൽ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ പൊട്ടിക്കുകയാണ്. പല കളറിലുള്ള ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ട്. പൂവൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഇല്ല, എന്നാലും മിക്കപ്പോഴും ചെയ്യാറുണ്ട്. പൂ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് തനുക്കുട്ടിക്ക് തന്നെ കൊണ്ടുപോയി പൂജാ റൂമിൽ വെക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അവൾ കുഞ്ഞു കൈയാണെങ്കിലും അവളത് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് താഴെ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തേക്കുവാണ്. അവൾ ഓടി പോകുന്നുണ്ട് കൊണ്ടുവയ്ക്കാനായിട്ട്. അങ്ങനെ വിളക്ക് വയ്ക്കലും സന്ധ്യാനാമം ചൊല്ലലൊക്കെ കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് പൂവൊക്കെ കണ്ടോ മോള് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അവൾ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ വിളക്ക് വയ്ക്കുന്ന നേരത്ത് ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ വീക്കിലി വൺസ് ഒക്കെയാണ്. പിന്നെ ഡെയിലി വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് വിളക്കൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കും, എണ്ണയൊക്കെ മാറ്റും, തിരിയൊക്കെ കളയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യും. അല്ലാണ്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്ലീനിങ്ങും തുടയ്ക്കലും പിടിക്കലൊക്കെ വൺസ് ഇൻ എ വീക്കാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ ബ്രാസിൻ്റെ സാധനങ്ങളൊക്കെ കഴുകാനായിട്ട് ഞാൻ കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കൂടി ഇതിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ജോലികളിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ആദ്യമേ ചെയ്യണത് നമ്മുടെ സവാള തൊലി കളയുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ജോലി ചെയ്യാനാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതൊരു കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെച്ച് നമ്മുടെ എല്ലാ ജോലിയും ശടപടയെന്ന് നടക്കും കേട്ടോ. ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ഓർത്തിട്ടുണ്ടാവും സത്യമാണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിണികിണീന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടും മെസ്സേജ് വന്നിട്ടും നമ്മളത് എടുത്ത് നോക്കിയിട്ട് ഇഷ്ടം പോലെ സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല പാട്ടൊക്കെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മോട്ടിവേഷണൽ ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേരം പോവും. ഇത് പിന്നെ കാണുന്ന കാഴ്ചയും അല്ലെങ്കിൽ കേൾക്കുന്ന പാട്ടും ഒക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് സമയം നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എണീറ്റ് പോകുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഉള്ളി തൊലി പൊളിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കണ്ണീന്ന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും തൊലി പൊളിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ.
ഇന്ന് തൊലി പൊളിച്ച് വെക്കുകയാണെങ്കിൽ നാളെ എടുക്കുമ്പോഴത്തേക്കും ആ തണുപ്പുകൊണ്ട് നമ്മൾ അരിയുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും നമ്മുടെ കണ്ണിൽ നിന്ന് അധികം വെള്ളമൊന്നും വരാൻ പോണില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കറിഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഗസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരത്തേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ കൊറോണ കാരണം കൊണ്ട് അവർ നാട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊന്ന് വീട്ടിലേക്ക് വിളിച്ചൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ വരുവാണ്. നാളെ രാവിലെ എണീറ്റിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പണി തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് സമയം കൊല്ലികളായിട്ടുള്ള ജോലികളൊക്കെ തലേദിവസം ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറയുന്നത്. അതാകുമ്പോഴത്തേക്കും നാളെ അവർ വരുമ്പോൾ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അവരായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തലേദിവസം തൊട്ടേ നമ്മുടെ ജോലികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് വെക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് അതിന് ഒരുക്കേണ്ടത്, എന്തൊക്കെ ഇന്ന് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പറ്റുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ അത് ചോദിക്കാനും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനുള്ള ജോലിയാണ് നോക്കിയത്. എനിക്കും കുറച്ചും കൂടി എളുപ്പം ബിരിയാണി വെക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നോക്കിയേ നമ്മുടെ ചുറ്റുപാടും ഒന്നും വീഴ്ത്തിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടിപ്പടി എടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സവാളയൊക്കെ വേഗം കഴുകിയിട്ട് ഞാനൊരു കൊട്ടര അകത്താക്കി വെച്ചു. അപ്പോൾ വെള്ളം മാറുന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് ഒന്നില്ലെങ്കിൽ എടുത്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബിസ്ത കുറച്ചുണ്ടാക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ കുഞ്ഞുമുറൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ അകവും പുറമൊക്കെ ഒരുപോലെ കഴുകുക. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് എന്നും പുതുതായിട്ട് ഇരിക്കും. ഇത് ഞാനൊരു 5-6 വർഷം മുന്നേ മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ടൗണിൽ തൃശ്ശൂരത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമ്മുടെ എക്സിബിഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ അത് എവിടത്തെ കടയിൽ നോക്കിയാലും ഇങ്ങനത്തെ കുഞ്ഞുമുറൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ യൂസ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ കിട്ടുക എല്ലാവരും ഇതുപോലത്തെ ഒക്കെ ഒന്ന് മേടിച്ച് വെയിറ്റിൽ വെക്കുക കേട്ടോ. ഇനി മല്ലിയിലും പുതിനയിലും ഒക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ആ മല്ലിയിലയുടെ ബാക്കിലത്തെ എന്താണ് വേരും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കളയാണ്. അതിന് ശേഷമാണ് അത് കഴുകാനായിട്ട് പോകുന്നത്. ശരത്തേട്ടൻ നിന്ന് നല്ല തിരക്ക് പിടിച്ച ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആളൊന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ എന്തുണ്ടായാലും എനിക്ക് വീഡിയോ പിടുത്താന്ന് പറഞ്ഞിട്ട് ശരത്തേട്ടൻ എന്നെ കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ട് ആ മല്ലിയിലൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ അത് കഴുകണ നേരത്തെ ശരത്തേട്ടൻ വന്നിട്ട് പറയാണ് വല്ലാണ്ട് ക്ലീനാക്കി കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇലയാണ് കേടായി പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ക്ലീനിങ് കുറച്ച് കൂടുതലായതുകൊണ്ട് എന്നെ എപ്പോഴും കളിയാക്കും. പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ കളിയാക്കലും കളിയും ചിരിയും ഒന്നില്ലെങ്കിൽ ഒരു വീടാവില്ല എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ ഞാനതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോലിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നെന്ന് വർത്താനം പറയും, എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ജോലിഭാരമൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും വിനീഗറും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മല്ലിയില ഒന്ന് കുറച്ച് നേരം മുക്കി വെക്കാനായിട്ട് പോവുകയാണ്. അതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിങ്കിനകത്ത് കുറച്ച് ഇലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് വേസ്റ്റിൽ കൊണ്ടിട്ടു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കഴുകിയതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വൈപ്പർ വെച്ചിട്ട് വേഗം വൈപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് ആ വൈപ്പറും കൂടിയും കഴുകിയിട്ടാണ് കേട്ടോ ഞാനത് തിരിച്ച് തൂക്കിയിട്ടത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കഴുകാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു സ്ക്രബ്ബർ വെക്കാറുണ്ട് കേട്ടോ. അല്ലാണ്ട് നോർമലി പാത്രം കഴുകണ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ ആ സീവും കൂടിയും കഴുകിയെടുത്തു. ഇനി ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ വേഗത്തിൽ ക്ലീൻ ചെയ്തെടുത്ത് വേഗം അതിലത്തെ വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ വേഗത്തിൽ നമ്മുടെ ആ ചീനച്ചട്ടിയും കൂടി കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെയൊക്കെ മണം അതിലുണ്ടാവും. അപ്പോൾ അത് അതുകൊണ്ട് വേഗം അത് കഴുകിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി വെച്ചിട്ട് ആ നീരൊക്കെ ആക്കി നല്ലോണം ഉരച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. എന്നാലാണ് ആ മണമൊക്കെ മാറി നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഗ്രില്ലിൻ്റെ ബോട്ടിലൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് റീഫില്ല് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആക്കി വെച്ചു. പിന്നെ സൈഡിലുള്ള വോളും പിന്നെ സിങ്കും നമ്മുടെ ടാപ്പും എല്ലാതും ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇറച്ചിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കും. ആദ്യം ഞാൻ വിമ്മും അങ്ങനത്തെ ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രില്ല് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് നന്നായിട്ട് എണ്ണമെഴുക്കൊക്കെ പോകുന്നത് മനസ്സിലായത്. അതിനുശേഷം ഇപ്പോൾ പ്രില്ല് മാത്രം വാങ്ങാറുള്ളൂ. പിന്നെ ഞാൻ ആ പ്രില്ലും സ്ക്രബ്ബറൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 4-5 വർഷമായതാണ്. അപ്പോൾ അതും ഒന്ന് കഴുകി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകിയിട്ട്
വെക്കും കേട്ടോ. എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കണതിൻ്റെ രീതിക്ക് അനുസരിച്ചിരിക്കട്ടെ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം അത് നിലനിൽക്കും. അപ്പോൾ നാരങ്ങ നീര് തേച്ച് വെച്ച ചീനച്ചട്ടി കൂടി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ആ പണിയും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാവാനായിട്ട് പിന്നെ നമ്മുടെ മല്ലിയിലയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് വേഗം കഴുകി എടുത്തിട്ട് ഒരു കൊട്ടയിലാക്കി വെച്ചു, അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇടയിൽ ശരത്തേട്ടൻ വന്നിട്ട് എന്തോ വർത്തമാനത്തിന് നിന്നാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുത്തു. എപ്പോഴും തുണി ഉപയോഗിക്കാനേ കഴിഞ്ഞ് നല്ലത് ഇങ്ങനത്തെ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കുന്നതാണ്. വലിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ ഞാൻ കുറച്ച് സവോള എനിക്ക് ആവശ്യമുള്ളത് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗത്തിൽ ചെയ്ത് തീർത്തു. ബിസ്തയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ ഏതോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. പിന്നെ ഞാൻ ആ ചിക്കനൊക്കെ വാര വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിരുമിയിട്ട് എടുക്കുവാണ്. മക്കൾ രണ്ടാളും അവിടെ പഠിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇതിനിടയ്ക്ക് എല്ലാ ജോലികളും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ഒന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അതൊക്കെ ഒരു പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാഷ് ബേസിന് എന്തോ ഒരു വെള്ളത്തിന് ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശരത്തരം ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ പാത്രം കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ബ്രാസിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കഴുകുന്നത്. ഇങ്ങനെ ബാക്ക് സൈഡിൽ കോട്ടിങ് ഉള്ളതിന് അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കണ്ടോ ഒരു ബ്രൗൺ കളർ ആയതാണ്. അപ്പോൾ അത് വെച്ച് കഴുകിയപ്പോഴത്തേക്ക് നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകി എടുത്തു. ഇത് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പളപളാന്ന് മിന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രാസിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വെളുപ്പിച്ചെടുക്കാം കേട്ടോ പാത്രങ്ങൾ. ഇത് നല്ല അലുമിനിയം പാത്രമാണെങ്കിലും ഇതുപോലത്തെ പാത്രമാണെങ്കിലും എല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രാസിൻ്റെ പൊടി നമ്മുടെ ഈ വിളക്കൊക്കെ വാങ്ങണ കടയിൽ ചോദിച്ചാൽ കിട്ടും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സ്ക്രബ്ബറൊക്കെ നന്നായിട്ട് കഴുകി അതിലത്തെ പതിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൽ വല്ല ബാക്ടീരിയൊക്കെ ആയിട്ട് പിന്നെ അതെല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ആവും, നമുക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് എല്ലാം ഒരുപോലെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഊണ് കഴിച്ച് കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.